പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. സോളെ ദിവ സീക്രട്ട് എന്ന ഫുഡ് സപ്ലിമെൻറ്റ്, ഒരു ഇൻ്റർനാഷണൽ ഫുഡ് സപ്ലിമെൻറ്റിനെ കുറിച്ചാണ് വീണ്ടും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ കേരളത്തിലും ഭാരതത്തിലും ലോകത്തിൽ ഏകദേശം 45 പരം രാജ്യങ്ങളിൽ സുലഭമായി അനേകം വ്യക്തികൾ വാങ്ങി ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് സപ്ലിമെൻ്റാണ് ദിവ സീക്രട്ട് ഇൻ്റർനാഷണൽ. അതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള 6 ന്യൂട്രീഷൻസ് ഉണ്ട്. അതൊന്ന് പ്രോട്ടീൻ, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ്, വൈറ്റമിൻ, വാട്ടർ തുടങ്ങിയവയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ പോഷകങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, പ്രോട്ടീനുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള മുട്ട, മത്സ്യ മാംസാദികൾ, അതുപോലെ മറ്റ് ബദാം, മറ്റ് നട്ട്സുകൾ, ഇവയൊന്നും നമുക്ക് ഒറിജിനൽ കിട്ടാത്തത് കൊണ്ടും പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ളത് കൊണ്ടും മറ്റ് കെമിക്കലും കീടനാശിനികളും ഒക്കെ തളിച്ച സാധനങ്ങളായതുകൊണ്ട് അതിലൂടെ ലഭിക്കുന്ന പ്രോട്ടീൻസ് നമുക്ക് ലഭിക്കാതെ പോകുന്നു. അതുപോലെ ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, ഇതെല്ലാം മരുന്നുകളൊക്കെ തളിച്ച് പ്രിസർവേറ്റീവ്സ് ആവും, കേടാവാതെ സൂക്ഷിക്കാനുള്ള കെമിക്കലുകളൊക്കെ തളിച്ചാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അതിലൂടെ ലഭിക്കേണ്ടുന്ന മിനറൽസ് നമുക്ക് ലഭിക്കാതെ പോകുന്നു. അതുപോലെ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ടുന്ന കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് ലഭിക്കുന്നില്ല. മത്സ്യമാംസാദികൾ, കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഒക്കെ ഈ കെമിക്കലുകൾ ചേരുന്നത് കൊണ്ടും കീടനാശിനികൾ തളിച്ചത് കൊണ്ടും അതിലൂടെ നമുക്ക് ലഭിക്കേണ്ടുന്ന വൈറ്റമിനുകളൊന്നും നമുക്ക് ലഭിക്കാതെ പോകുന്നു. അതുപോലെ തന്നെ നമുക്ക് ശുദ്ധജലം കിട്ടുന്നില്ല. നമുക്ക് ലഭിക്കേണ്ടുന്ന യാതൊരുവിധ പോഷകങ്ങളും ഇന്ന് ഭക്ഷണത്തിലൂടെ ലഭിക്കാത്തത് കൊണ്ടാണ് മിക്ക വ്യക്തികളും രോഗികളായി കൊണ്ടിരിക്കുന്നത്. ആരോഗ്യം നശിക്കുന്ന വ്യക്തികൾ, ആരോഗ്യത്തോടു കൂടെ ജീവിക്കുന്ന എത്ര വ്യക്തികളുണ്ട്? 100 പേരെ എടുത്താൽ ചിലപ്പോൾ 1-2 വ്യക്തികൾ കാണും. ബാക്കി എല്ലാവരും ആരോഗ്യം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. സഹോദരന്റെ സാഹചര്യങ്ങളെയോ സമൂഹത്തെയോ മറ്റുള്ളവരെയോ പഴി പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം ഈ ലോകത്തിൻ്റെ പോക്ക് അങ്ങനെയാണ്. രാത്രി കിടന്നാൽ ഉറക്കമില്ല, രാവിലെ എഴുന്നേൽക്കാൻ നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, ഉറക്കമില്ല, ഇങ്ങനെ പല അസ്വസ്ഥതകളുമൊക്കെ. അതിന് കാരണം നമ്മുടെ ആന്തരിക അവയവങ്ങളിലേക്ക് കടന്നു വരുന്ന ഈ വിഷവസ്തുക്കൾ നീക്കം ചെയ്യപ്പെടുന്നില്ല, നമ്മുടെ കോശങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നില്ല. അവിടെ നമ്മുടെ ആരോഗ്യത്തിന് അടിസ്ഥാനമായ ഒരു 4 തത്വങ്ങളുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിന് അടിസ്ഥാനമായ 4 തത്വങ്ങൾ. ഒന്ന് ക്ലെൻസിങ്, ക്ലീൻ ആവണം നമ്മുടെ കോശങ്ങൾ. 2 അത് ബാലൻസിലായിരിക്കണം. 3 ആക്ടിവേറ്റിംഗ് ആയിരിക്കണം. 4 ഡിഫെൻഡിങ് ആയിരിക്കണം, പ്രതിരോധിക്കണം. അപ്പോൾ സഹോദരങ്ങളെ, ഈ 4 അടിസ്ഥാന തത്വങ്ങളും ഇല്ലാതെ ജീവിക്കുന്നത് കൊണ്ടും ഈ അടിസ്ഥാന തത്വങ്ങളെ ബാലൻസ് ചെയ്യാൻ വേണ്ടുന്ന ഭക്ഷണങ്ങളിലൂടെ ലഭിക്കേണ്ട പോഷകാഹാരങ്ങളോ നമുക്ക് ലഭിക്കാത്തത് കൊണ്ട് കോശങ്ങൾ ബലഹീനമാവുകയും അതിലൂടെ ആ കോശം ഏത് അവയവത്തിലാണോ ആ അവയവങ്ങൾ രോഗഗ്രസ്തമാവുകയും ആ അവയവം നമ്മുടെ ശരീരത്തിലാകുന്നതുകൊണ്ട് ശരീരത്തിൽ ബലഹീനത, ബലക്ഷയം, ചിലർ രോഗങ്ങൾ വന്നു, ശരീരത്തിൽ മുഴുവൻ വേദനകൾ, അസ്വസ്ഥതകൾ, ആസ്പത്രിയിൽ പോയി പല ചെക്കപ്പുകൾ, 10,000 കൊടുത്ത് ചെക്കപ്പുകൾ ചെയ്തിട്ടും രോഗമെന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരുപാട് രോഗങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. സോളെ, നമ്മുടെ ശരീരത്തിലെ വിഷവസ്തുക്കളെയും ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇവയൊക്കെ പ്രതിരോധിക്കുന്ന ഒന്നാണ് ദിവ സീക്രട്ട് ഇൻ്റർനാഷണൽ ഫുഡ് സപ്ലിമെൻറ്റ്. അതുപോലെ തന്നെ നമ്മുടെ pH ലെവലുകൾ ബാലൻസ് ചെയ്യുന്ന അസിഡിക്, ആൽക്കലൈൻ പോഷകങ്ങൾ ഇവയൊക്കെ ശരീരത്തിന് സമൃദ്ധമായി നൽകുവാൻ തക്കവണ്ണം പാകപ്പെടുത്തിയ ഒന്നാണ് ഈ ദിവ സീക്രട്ട് ഇൻ്റർനാഷണൽ സ്റ്റെം സെല്ല്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെയും അവയവങ്ങളെയും ഒക്കെ പുനരുജ്ജീവിപ്പിക്കുന്ന, ആക്ടിവേറ്റ് ആക്കി മാറ്റുന്ന ഒന്ന് പ്രക്രിയ കൂടിയാണ് ഈ ദിവ സീക്രട്ടിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ ഡിഫെൻഡിങ്, നമ്മുടെ മെറ്റാബോളിസവും പ്രതിരോധ സംവിധാനങ്ങളെയും വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെയൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നത്, രോഗങ്ങളെ പ്രതിരോധിക്കുന്നത്. സോളെ, നമുക്കറിയാം, അനേകം കോശങ്ങൾ ചേർന്നതാണ് ഒരു ടിഷ്യൂ എന്ന് പറയുന്നത്. അനേകം ടിഷ്യൂ ആണ് ഒരു അവയവം, അനേകം അവയവങ്ങളാണ് ഒരു ശരീരം. അപ്പോൾ ഈ ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ട്. ഓരോ അവയവത്തിലും അനേകം ടിഷ്യൂസ് ഉണ്ട്. ഓരോ ടിഷ്യൂസിലും അനേകം കോശങ്ങളുണ്ട്.
നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറയുന്നു, നമുക്ക് ജീവിക്കുവാൻ പറ്റുന്നു. അതുപോലെ നമ്മുടെ കോശങ്ങൾക്ക് വേണ്ടുന്നത് പോഷകങ്ങളാണ്. ഈ പ്രോട്ടീന്, മിനറൽ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, വൈറ്റമിൻസ് തുടങ്ങിയവയാണ് നമ്മുടെ കോശങ്ങൾക്ക് ആവശ്യമുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ കഴിക്കുന്ന മുട്ട, മത്സ്യ മാംസാദികൾ, അതുപോലെ വെജിറ്റബിൾസ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സുകൾ, ഇതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീനോ മിനറൽസോ കാർബോഹൈഡ്രേറ്റോ വൈറ്റമിൻസോ ഒന്നും കിട്ടാത്ത കാരണത്താൽ നമ്മുടെ കോശങ്ങൾ ബലഹീനമാവുകയും ആ കോശങ്ങൾ ഏത് അവയവത്തിലാണോ ആ അവയവങ്ങളെ ക്ഷീണിക്കുകയും ആ അവയവത്തിലൂടെ നമ്മൾ രോഗികളാവുകയും ചെയ്യുന്നു. അപ്പോൾ സഹോദരങ്ങളെ, അതുപോലെ തന്നെയാണ് ഈ ദിവാ സീക്രട്ടിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന ഒന്നാണ് പ്രോബയോട്ടിക്സ്. ഈ പ്രോബയോട്ടിക്സ് എന്ന് വെച്ചാൽ നല്ല ബാക്ടീരിയയാണ്. ഈ പ്രോബയോട്ടിക്സ് നമ്മുടെ ആൻറ്റിബയോട്ടിക്കുകൾ ഇന്ന് ഒരു പനി വന്നാൽ പോലും, കഫക്കെട്ട് വന്നാൽ പോലും, എന്ത് രോഗത്തിനും പോയി ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങി കഴിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ആൻറ്റിബയോട്ടിക്കുകൾ പ്രോബയോട്ടിക്സിൻ്റെ ശത്രുവാണ്. അതായത് ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പ്രോബയോട്ടിക്സ് നശിക്കുകയാണ്. പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് നല്ല ബാക്ടീരിയ. ഈ പ്രോബയോട്ടിക്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ ബാക്ടീരിയ, വൈറസ്, ഫംഗസുകൾ ഇതിനെയൊക്കെ നശിപ്പിക്കുന്നത്. അപ്പോൾ രോഗപ്രതിരോധ ശക്തി കൂട്ടുവാനുള്ള പ്രോബയോട്ടിക്സിനെ നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ആൻറ്റിബയോട്ടിക്കുകളിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ദിവാ സീക്രട്ട് സ്റ്റെം സെല്ലിൽ ധാരാളമായി പ്രോബയോട്ടിക്സ് ഉണ്ട്. ഈ പ്രോബയോട്ടിക്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ് രോഗങ്ങളെ പ്രതിരോധിക്കുന്നത്. ഉദാഹരണം, ഒരു ക്യാൻസർ രോഗി മരിക്കുന്നത് ക്യാൻസർ രോഗം മൂലമായിരിക്കില്ല. അത് പലർക്കും അറിയില്ല. ക്യാൻസർ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ആസ്പത്രി ചെല്ലുമ്പോൾ ഒരു റേഡിയേഷൻ അടിക്കും. റേഡിയേഷൻ മുമ്പ് നമ്മളെ കൊണ്ട് ചില സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് വാങ്ങുന്നുണ്ട്. ഇത് നമ്മളാരും വായിക്കാറില്ല, നമുക്കറിയത്തുമില്ല നമ്മൾ എവിടെയാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്. സോ ഈ റേഡിയേഷൻ അടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ഈ രോഗപ്രതിരോധ ശക്തി, ഡിഫെൻഡിങ് പവർ നശിക്കുകയാണ് ചെയ്യുന്നത്. ഈ രോഗപ്രതിരോധ ശക്തി നശിച്ച് നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ടാണ് ഈ ക്യാൻസർ രോഗികൾ മരിക്കുന്നത്. അല്ലാതെ ക്യാൻസർ എന്ന രോഗത്തിലൂടെ അല്ല മരിക്കുന്നത്. നമ്മളെ ഡിഫെൻഡ് ചെയ്യുവാനുള്ള, നമ്മുടെ രോഗങ്ങളെ പ്രതിരോധിക്കുവാനുള്ള പ്രതിരോധ ശക്തി നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ റേഡിയേഷനിലൂടെ ചെയ്യുന്നത്. അങ്ങനെ റേഡിയേഷനിലൂടെ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി നശിച്ച് അങ്ങേയറ്റം മരണവക്രത്തിലെത്തിയ അനേകം വ്യക്തികൾ ഇന്ന് ഈ ദിവാ സീക്രട്ട് ഉപയോഗിക്കുകയും ഈ ദിവാ സീക്രട്ടിലൂടെ അവർക്ക് അവരുടെ ആരോഗ്യം വീണ്ടും കിട്ടുകയും ചെയ്യുന്നു. ഇതൊരു മരുന്നല്ല. കാരണം ഈ ദിവാ സീക്രട്ട് ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തിയെ നമ്മളെ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ദിവാ സീക്രട്ട്. ഈ രോഗപ്രതിരോധ ശക്തി റേഡിയേഷനിലൂടെ, ക്യാൻസർ രോഗികളെ റേഡിയേഷൻ അടിച്ചടിച്ച് അവരുടെ രോഗപ്രതിരോധ ശക്തി നശിച്ചു കഴിയുമ്പോൾ ആരെല്ലാം ഈ ദിവാ സീക്രട്ട് വാങ്ങി കഴിക്കുന്നു, അനേകം വ്യക്തികളുടെ അനുഭവങ്ങളുണ്ട്. അവരുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തി കൂടി ഏകദേശം 3 മാസം കൊണ്ട് ദിവാ സീക്രട്ട് കഴിച്ച് രോഗപ്രതിരോധ ശക്തി കൂടുകയും അപ്പോൾ ക്യാൻസർ മാറുകയും അവർ പൂർണ്ണ ആരോഗ്യത്തിലേക്ക്, സൗഖ്യത്തിലേക്ക് വന്ന ഒരുപാട് സാക്ഷ്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഇത് വാങ്ങി കഴിക്കാത്തവർ ഇതിനെതിരെ നെഗറ്റീവും പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് ഉടായ്പാണെന്നൊക്കെ പറഞ്ഞിരിക്കും. സഹോദരങ്ങളെ, ഇന്ന് കേരളത്തിൽ പോലും അറിയപ്പെടുന്ന മെഡിക്കൽ കോളേജിൽ ഈ ദിവാ സീക്രട്ട് ടെസ്റ്റ് ചെയ്തു. കേരളത്തിൽ പോലും ദിവാ സീക്രട്ട് ടെസ്റ്റ് ചെയ്തു. കാരണം ഇതിനകത്ത് കമ്പനി പറയുന്ന കണ്ടൻസ്, ഈ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുന്നവ, പ്രോബയോട്ടിക്സ് തുടങ്ങിയവ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ റിസൾട്ടുകൾ 100% കറക്റ്റാണ് വന്നത്. അത് ചെക്ക് ചെയ്ത ലബോറട്ടറിയിൽ, ഗവൺമെൻറ് ലബോറട്ടറിയിൽ ചെക്ക് ചെയ്ത ഡോക്ടേഴ്സ് പോലും ഇന്ന് ദിവാ സീക്രട്ട് വാങ്ങി ഉപയോഗിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തവരൊക്കെ പല നെഗറ്റീവ് കമൻറ്റുകളും പറഞ്ഞുകൊണ്ടിരിക്കും. സോ ഇത് 3 മാസമായിട്ട് ഞാനും ഇത് സ്റ്റഡി ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. 3 മാസമായിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം എനിക്ക് തന്നെ നല്ലൊരു ഉറപ്പില്ലെങ്കിൽ എനിക്കങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും. മറ്റു ചില വ്യക്തികൾ പറയും കമ്പനി പൂട്ടിക്കൊണ്ടുപോകും. കമ്പനി പൂട്ടിയാൽ എനിക്കെന്ത്, നിങ്ങൾക്കെന്ത്? നിങ്ങളിപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങുമ്പോൾ കാശ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ കമ്പനി പൂട്ടിയാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല, ആർക്കും നഷ്ടമൊന്നുമില്ല. അപ്പോൾ സഹോദരങ്ങളെ, ഇത് ഏകദേശം 12 വർഷക്കാലത്തോളം വലിയ ശാസ്ത്രജ്ഞന്മാരും വിദഗ്ധരായ ഡോക്ടർമാരുടെയും രാപകലുള്ള കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത ഒന്നാണ് ഈ ദിവാ സീക്രട്ട്. ഇത് ഓരോ സ്റ്റെം സെല്ലുകൾ 24 ഇൻഗ്രീഡിയൻസും 15 ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിൽ നിന്നും വേർതിരിച്ചെടുത്ത മാസ്റ്റർ സെല്ല്
മാസ്റ്റർ സെല്ല് പ്രധാന കോശങ്ങൾ വേർതിരിച്ചെടുത്താണ് ഈ ദിവാസ് സീക്രട്ട് ഫുഡ് സപ്ലിമെൻറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഒരു പാക്കറ്റിനകത്ത് 11 ചെറിയ പാക്കറ്റാണുള്ളത്. അത് ഒരു നേരം കഴിക്കാനുള്ളതാണ് ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ 11 പാക്കറ്റ് വീതം അടങ്ങിയതാണ് ഒരു പാക്കറ്റ്. അപ്പോൾ സഹോദരങ്ങളെ, ഇത് നമുക്ക് 2 പാക്കറ്റോ 4 പാക്കറ്റോ ഒക്കെ വാങ്ങി നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ ഭക്ഷണം കഴിക്കരുത്, വെള്ളം പോലും കുടിക്കരുത്. അതിനു മുൻപ് നാവിൽ പൊക്കി നാവിൻ്റെ മുൻപിലാണ്, നാവിനടിയിൽ ഇത് വയ്ക്കണം. നാവിൻ്റെ മുകളിലെന്ന് പറഞ്ഞാൽ നമ്മുടെ രുചികൾ നോക്കുന്നതാണ്. മധുരമാണോ ഉപ്പാണോ കയ്പ്പാണോ എന്നൊക്കെ അറിയാം. പക്ഷേ നാവിനടിയിൽ അനേകം ചെറിയ ചെറിയ രക്തധമനി കുഴലുകളുണ്ട്. ഈ നാവിനടിയിൽ 15 മിനിറ്റ്, ഇതൊരു പൊടിയാണ്. ഈ പൊടി നമ്മുടെ നാവിനടിയിൽ വയ്ക്കുമ്പോൾ 15 മിനിറ്റ് വയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ രക്തത്തിലേക്ക് കലരുകയും രക്തത്തിൽ നിന്ന് പെട്ടെന്ന് കോശങ്ങളിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞ് പിന്നീട് ഇത് നമ്മൾ അലിയിച്ചിറക്കുകയും വീണ്ടും ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് 1-2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കുടിക്കുക. ചൂടുവെള്ളം. അതിനുശേഷം നമ്മൾ അരമണിക്കൂറോ 3/4 മണിക്കൂറോ വിട്ട് ഒരു 2 കവിള് വെള്ളം, 1 ഗ്ലാസ് വെള്ളം വീതം കുടിക്കുക. ഒരുപാട് വെള്ളം കുടിക്കരുത്. അപ്പോൾ ഒരു ദിവസത്തിൽ നമുക്ക് 4, 5, 6, 7, 8 ലിറ്റർ വെള്ളം കുടിക്കാൻ പറ്റും. ഒന്നിച്ച് കുടിക്കരുത്. ഒന്നിച്ച് കുടിച്ചാൽ ആരോഗ്യം നഷ്ടപ്പെടും, വയറ് ചാടും, കൊളസ്ട്രോൾ കൂടും, അതുപോലെ ഹാർട്ട് അറ്റാക്ക് പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരുപാട് വെള്ളം കുടിച്ചാൽ. നമ്മൾ ഒരു 1/4 മണിക്കൂർ വീതം 2 കവിള് വെള്ളം വീതം കുടിക്കുക. അപ്പോൾ നമുക്ക് ഇത് കഴിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ 2 ദിവസം നല്ല ക്ഷീണമുണ്ടായിരിക്കും. അത് മലമൂത്രങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന അഴുക്കുകൾ, ആവശ്യമില്ലാത്ത കെമിക്കലുകൾ, വൈറസുകൾ, ഫംഗസുകൾ ഇവയെല്ലാം പുറന്തള്ളുകയാണ്. അത് മലമൂത്ര വിസർജനങ്ങളുടെ പുറന്തള്ളും. 2 ദിവസം ക്ഷീണം കഴിയുമ്പോൾ 3-ാമത്തെ ദിവസം ഒരു നല്ല ഉന്മേഷമായിട്ട് തോന്നും. ഏത് രോഗമുള്ള വ്യക്തിക്കും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കഴിക്കാവുന്നതാണ് ദിവാസ് സീക്രട്ട് ഈ ഫുഡ് സപ്ലിമെൻറ്റ്. ഇതൊരു മരുന്നല്ല, ഇതൊരു ഭക്ഷണമാണ്. ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ന്യൂട്രിയൻസ് നമുക്ക് ഈ ഫുഡ് സപ്ലിമെൻറ്റിലൂടെ ലഭിക്കുന്നു. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുന്നു. പ്രോബയോട്ടിക്സ് ധാരാളമായി നൽകുന്നു. നമ്മുടെ ഉച്ചി മുതൽ ഉള്ളങ്കാലിൽ വരെയുള്ള എല്ലാവിധ രോഗങ്ങളും മാറുന്നതായി അനേകം വ്യക്തികൾ സാക്ഷ്യപ്പെടുന്നു. ലിവർ സിറോസിസ്, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ രോഗമായ സംബന്ധങ്ങൾ, ഹാർട്ട് രോഗങ്ങൾ, തലച്ചോറ് സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ ചെറുതും വലുതുമായ സകല രോഗങ്ങളും മാറുന്നതായിട്ട് ഇത് ഉപയോഗിക്കുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, നമ്മളെ ഇതിനകത്ത് ആഴ്ചകളിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഇൻ്റർനാഷണൽ മീറ്റിങ്ങുകളുണ്ട്. അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാം. അപ്പോൾ ഇത് സാധിക്കുന്ന നിങ്ങൾ നമുക്ക് രോഗമില്ല എന്ന് വിചാരിക്കുന്നവരും 2-4 പാക്കറ്റ് വാങ്ങി ഇത് കഴിക്കുകയാണ് എങ്കിൽ നമുക്ക് ആരോഗ്യത്തോടെ നല്ല ഉന്മേഷത്തോടെ നമുക്ക് കുറേ നാളുകൂടി ജീവിക്കാം. ഓക്കെ സൗഹൃദങ്ങളെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് തികയ്ക്കുമ്പോൾ ആരോഗ്യത്തോടെ ആയുസ് തികയ്ക്കാനുള്ള ഒരു ഫോർമുല കൂടിയാണ് ഈ ദിവാസ് സീക്രട്ട് സ്റ്റെം സെൽ ഇൻ്റർനാഷണൽ ഫുഡ് സപ്ലിമെൻറ്റ്. അപ്പോൾ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പോസ്റ്റൽ, ഒന്നുകിൽ സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ ബൈ കൊറിയറിലായിരിക്കും നിങ്ങളുടെ അഡ്രസ്സിൽ കൊടുക്കുന്ന അഡ്രസ്സിൽ നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് ആവശ്യമുണ്ടെങ്കിലും സഹോദരങ്ങളെ, നമ്മുടെ ബന്ധുക്കളോ എന്ത് രോഗങ്ങൾ, ചില വ്യക്തികൾ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, അതുപോലെ ലിവർ സംബന്ധമായ മദ്യപിച്ച് ലിവർ കരളിനൊക്കെ കേടുവന്നവർ, ഉദര സംബന്ധ രോഗങ്ങൾ, അതുപോലെ മലബന്ധം, കണ്ണിന് കാഴ്ചക്കുറവ്, ചർമ്മ സംബന്ധമായ രോഗങ്ങൾ, അലർജികൾ, എന്ത് രോഗമായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ആസ്മ രോഗങ്ങൾ, ആർത്രൈറ്റിക്സ്, പിന്നെ പാർക്കിൻസൺ രോഗം, അസ്ഥികളുടെ ജോയിൻസിന് വേദനകൾ, ഇങ്ങനെയുള്ള നിരവധിയായ രോഗങ്ങൾക്ക് അടിമകളാണെന്ന് മനുഷ്യർ. ഇതിനെല്ലാം കൊണ്ട് വർഷങ്ങളുടെ ശാസ്ത്ര ഗവേഷണ നിരീക്ഷണങ്ങൾക്കൊടുവിൽ കണ്ടെത്തിയ ഒന്നാണ് ദിവാസ് സീക്രട്ട് സ്റ്റെം സെൽ ഇൻ്റർനാഷണൽ ഫുഡ് സപ്ലിമെൻറ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു 4 പാക്കറ്റെങ്കിലും വാങ്ങി കഴിക്കുക. കഴിച്ചതിന് ശേഷം നിങ്ങൾ റിസൾട്ട് പറയുക. ഓക്കെ, റിസൾട്ട് പറയുക. മറ്റുള്ളവരുമായിട്ട് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കുക. എല്ലാവരും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മറ്റു എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതിലും കോൺടാക്റ്റ് ചെയ്യുക. എന്ത് രോഗമാണെങ്കിലും ശരി, ഇതൊരു മരുന്നല്ല, ഫുഡ് സപ്ലിമെൻ്റ് ആണ്. ഓക്കെ സോ നമ്മളെ ഇത് വാങ്ങിക്കഴിക്കുക. കഴിച്ചതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് പറയുക. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.